സന്തോഷ് വർക്കി. ഈ പേരിനേക്കാളും ആറാട്ടണ്ണൻ എന്ന് പറയുമ്പോഴായിരിക്കും ആളുകൾക്ക് മനസ്സിലാകുന്നത്. കാരണം ഈ ഒരു പുള്ളിക്കാരൻ അത്രയധികം ഫേമസ് ആണ്. പ്രത്യേകിച്ച് സിനിമാ റിവ്യൂകൾ പറഞ്ഞു തന്നെയാണ് ഇദ്ദേഹം വൈറലായി മാറുന്നത്. അതോടൊപ്പം തന്നെ സിനിമാ നടിമാരെ കുറിച്ചുള്ള മോശമായിട്ടുള്ള രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തി ഇദ്ദേഹം ട്രോളുകൾക്ക് കഥാപാത്രമായിട്ടുണ്ട്. അപ്പൊ ട്രോളുകാർക്ക് ഒരു ചാകര തന്നെയാണ് നമ്മുടെ ആറാട്ടണ്ണൻ. അത്തരത്തിലുള്ള ഒരു സംഭവം തന്നെയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നത്. അതിപ്പോ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ തന്നെ ചർച്ചാ വിഷയമായിരിക്കുകയാണ്. പ്രത്യേകിച്ച് ട്രോളുകാർക്ക് ഒരു ചാകര തന്നെ എന്ന് പറയാം. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട ന്യൂസുകളും അതുപോലെ ട്രോളുകളും ഒക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കിടന്ന് ആറാടുകയാണ് എന്ന് തന്നെ പറയാം. എന്തായാലും നമുക്കൊരു വാർത്ത എന്താണെന്നൊന്ന് നോക്കാം. ഐശ്വര്യ ലക്ഷ്മിയെ ലിപ് ലോക്ക് ചെയ്യണമെന്ന് ആറാട്ടണ്ണൻ. നല്ലൊരു ആഗ്രഹമാണ്. നീട്ടിയ കൈ പിൻവലിച്ച് അപമാനിച്ച് ഐശ്വര്യ. ഇതാണ് ട്രോള്. അപ്പൊ എന്താ സംഭവം നമുക്ക് നോക്കാം. സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയമാണ് ആറാട്ടണ്ണൻ എന്ന സന്തോഷ് വർക്കി. വൈറലായി മാറിയ റിവ്യൂറിന് ശേഷം നിരന്തരം സോഷ്യൽ മീഡിയയിലെ തന്റെ പ്രസ്താവനകളിലൂടെ എയറിലാകാറുണ്ട് സന്തോഷ് വർക്കി. തിയേറ്ററിന് മുന്നിൽ വെച്ചുള്ള സന്തോഷ് വർക്കിയുടെ പ്രതികരണങ്ങളും വൈറലായി മാറാറുണ്ട്. നടിമാരെ കുറിച്ചുള്ള മോശം പരാമർശങ്ങളുടെ പേരിലും സന്തോഷ് വർക്കി ട്രോളുകൾ നേരിട്ടിട്ടുണ്ട്. അത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യം തന്നെയല്ലേ. ഇനിയിപ്പോ ഇതൊന്നും അല്ല, ശരിക്കുള്ള മാറ്റർ വരുന്നുണ്ട്. ഇപ്പോഴിതാ വീണ്ടും സോഷ്യൽ മീഡിയയുടെ വിമർശനങ്ങളും അതുപോലെ ട്രോളുകളും നേരിടുകയാണ് സന്തോഷ് വർക്കി. പുതിയ സിനിമയുടെ റിലീസിനെത്തിയ നടി ഐശ്വര്യ ലക്ഷ്മിയെ കുറിച്ച് നടത്തിയ പരാമർശമാണ് ആറാട്ടണ്ണനെ വീണ്ടും വൈറലാക്കിയിരിക്കുന്നത്. ഐശ്വര്യയുടെ പുതിയ സിനിമയായ ഹലോ മമ്മി റിലീസ് ചെയ്ത് ആ ഒരു വേളയിലാണ് ഐശ്വര്യ ആ ഒരു തിയേറ്ററിൽ മുന്നിൽ എത്തുന്നത്. അതിലെ ഷറഫുദ്ദീനാണ് നായകൻ. ഐശ്വര്യ ലക്ഷ്മിയെ സിനിമയിൽ ലിപ് ലോക്ക് ചെയ്യാൻ താല്പര്യമുണ്ട്. വല്ലാത്ത പഹയം തന്നെ. നമുക്കറിയാലോ, ഒട്ടുമിക്ക സിനിമാ നടിമാരെ കുറിച്ചും ഈ ഒരു പുള്ളിക്കാരൻ പറയാൻ ഇനി ഒന്നുമില്ലാന്നറിയാം. അത് അടുത്ത ഇര എന്ന് പറയുന്നത് ഐശ്വര്യ ലക്ഷ്മിയാണ്. അതും ഐശ്വര്യ ലക്ഷ്മിയെ ലിപ് ലോക്ക് ചെയ്യാനാണ് ആഗ്രഹം എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു സിനിമ റിലീസിന് വരുന്നതിന് മുന്നേ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഈ ആറാട്ടണ്ണൻ പറഞ്ഞ കാര്യമാണ് കേട്ടോ. പിന്നാലെ നിരവധി പേരാണ് കമന്റുകളുമായി എത്തിയത്. സന്തോഷ് വർക്കിയെ ട്രോളുകളിലൂടെ കടന്നാക്രമിക്കുകയാണ് സോഷ്യൽ മീഡിയ. വളരെ രൂക്ഷമായ പ്രതികരണങ്ങളും ട്രോളുകളുമാണ് സന്തോഷ് വർക്കിക്ക് നേരിടേണ്ടി വരുന്നത്. അമ്മാതിരി പണിയല്ല ഇങ്ങേര് കാണിച്ചത്. അപ്പൊ ട്രോളുകളുടെ പെരുമഴ അല്ലെങ്കിൽ ഇങ്ങേർക്ക് വിമർശനം ഒരുപാട് കേൾക്കേണ്ടി വരും. എന്താ ഇത് പറഞ്ഞിരിക്കുന്നത്? അപ്പൊ എന്തായാലും ഇദ്ദേഹത്തിന് സംഭവത്തിലേക്ക് വന്നിട്ടില്ല. ഈ സംഭവത്തിന് തുടക്ക കാര്യങ്ങളാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പൊ ഈ ഒരു സംഭവം എന്താണ് സംഭവം എന്നുള്ള കാര്യത്തിലേക്ക് വന്നിട്ടില്ല. അതിനു മുൻപ് നമ്മുടെ ആറാട്ടണ്ണൻ ലിപ് ലോക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നല്ലോ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഇട്ടതും. അതിന് താഴെ ഒരുപാട് കമന്റ്സ് വരുന്നുണ്ട്. വിമർശനാത്മകമായിട്ടുള്ള കമന്റുകൾ തന്നെയാണ്. എന്തായാലും നമുക്ക് അതൊന്നും നോക്കാം. ഞാനൊരു കഥാപാത്രമായിട്ട് വന്ന് അണ്ണന്റെ ചെവിക്കലിന് അടിക്കട്ടെ, വേദനിക്കില്ലല്ലോ. റിയൽ അല്ലല്ലോ. കഥാപാത്രത്തിന് വേണ്ടി മരിക്കാനും പുള്ളി തയ്യാറാ. ഇവനേക്ക് മിക്കവാറും സിനിമാ നടിമാർ എല്ലാവരും കൂടി കൊട്ടേഷൻ കൊടുക്കാൻ ചാൻസ് കാണുന്നുണ്ട്. രാത്രി 9 മണിക്ക് അണ്ണന്റെ ലൈവ് ഉണ്ടായിരിക്കും. കരണക്കുറ്റി നോക്കി ഒരെണ്ണം തരട്ടെ. എത്ര തല്ലുകൊണ്ടാലും ഇനിയും തല്ല് വേണമെന്ന് ചോദിച്ചു വാങ്ങുന്നു. അതിലും നല്ലത് അവർക്ക് വല്ല മുതലയുടെ വായിൽ തല വെക്കുന്നതല്ലേ. അങ്ങോട്ട് ചെല്ലി ചൂലെടുത്ത് അടിക്കും. കേരള പോലീസിനെ മെൻഷൻ ചെയ്യാൻ പറ്റുന്നില്ല. ഓരോരുത്തരുടെ കമന്റ് സെക്ഷനുകളാണ് കേട്ടോ. പരസ്യമായി മീഡിയയുടെ മുന്നിൽ വന്ന് ഒരു സ്ത്രീയെ ഇയാൾ വാക്കുകൾ കൊണ്ട് അപമാനിക്കുന്നു. ഇതിനെയൊക്കെ എന്താ പറയേണ്ടത് എന്നിങ്ങനെയാണ് കമന്റ് സെക്ഷനുകൾ പോകുന്നത് തന്നെ. ഈ ഒരു കൂട്ടത്തിൽ തന്നെ മറ്റൊരു വീഡിയോ വൈറലാകുന്നുണ്ട്. അതാണ് നമ്മുടെ ആറാട്ടണ്ണന്റെ ട്വിസ്റ്റ് വീഡിയോ. ആ ഒരു വീഡിയോയില് നമ്മുടെ ഐശ്വര്യ ലക്ഷ്മിയും ഉണ്ട്. അത് തിയേറ്ററിന്റെ മുന്നിൽ സിനിമ കാണാൻ വേണ്ടി വന്നതാണല്ലോ. അപ്പൊ അവിടെ ഐശ്വര്യ ലക്ഷ്മിയും ആറാട്ടണ്ണനും മറ്റുള്ളവരൊക്കെ ഇവിടെ ഉണ്ട്. പ്രത്യേകിച്ചും ഈ ഒരു വീഡിയോ തിയേറ്ററിന്റെ മുന്നിലുള്ള വെച്ചതായിരുന്നു. അപ്പൊ സംഭവം ഐശ്വര്യ ലക്ഷ്മി ആരോടൊക്കെ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ടൈമിലാണ് ആറാട്ടണ്ണൻ പിറകിൽ നിന്ന് ഐശ്വര്യ ലക്ഷ്മിക്ക് ഒരു ഷേക്ക് ഹാൻഡ് കൊടുക്കാൻ ശ്രമിക്കുന്നത്. എന്നാൽ സംഭവിച്ചത് എന്താണ്? പെട്ടെന്ന് ഒരാള് വിളിച്ചു. ഐശ്വര്യ ലക്ഷ്മി തിരിഞ്ഞപ്പോൾ തന്നെ സന്തോഷ് വർക്കിയാണെന്ന് ആള് മനസ്സിലായപ്പോ പെട്ടെന്ന് കൊടുത്ത കയ്യെ തിരിച്ച് പിൻവലിച്ചുകൊണ്ട് അവിടെ നിന്ന് സ്ഥലം വിടുകയാണ് ചെയ്തത്. പുള്ളിക്കാരത്തേക്ക് അറിയാം തലയിടാൻ പറ്റിയ മുതലല്ല എന്നുള്ളത്. എന്തായാലും ഈ ഒരു സംഭവം സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ തന്നെ വൈറലാകുന്നുണ്ട്. ട്രോളുകാർക്ക് ഇതൊരു പെരുമഴ തന്നെയാണ്. എന്തായാലും സന്തോഷ് വർക്കി ഇത്രയധികം നാണം കെട്ട ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ഡൗട്ടാണ് കേട്ടോ.
ഈ ഒരു വീഡിയോയ്ക്കും താഴെ ഒരുപാട് കമന്റുകൾ വന്നിട്ടുണ്ട്. ആ കമന്റ് സെക്ഷനുകൾ നമുക്ക് നോക്കാം. ആറാട്ടണ്ണന്റെ വക ഇന്നൊരു ലൈവ് ഉണ്ടാകും. അത് എപ്പോഴും ആളുകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം എന്തെങ്കിലും ഇതുപോലൊരു സംഭവം നടന്നാൽ അന്ന് വൈകുന്നേരത്ത് ആറാട്ടണ്ണൻ ലൈവിൽ ഉണ്ടാവും. അത് അച്ചട്ടായിട്ടുള്ള കാര്യം തന്നെയാണ്. ഇറച്ചിക്കടയുടെ മുന്നിൽ പട്ടി നോക്കി ഇരിക്കുന്നത് പോലെയുള്ള നോട്ടം കണ്ടില്ലേ? ഇന്ന് വരും ഐഷു യക്ഷിയാണെന്നും അവൾക്ക് ജാടയാണെന്നും അഭിനയം കൊള്ളില്ല, ഇവന്റെ ധാരണ ഞാൻ വലിയ എന്തോ ഒരു സംഭവമാണെന്നുള്ള ധാരണയാണ്. ഇന്ന് രാത്രി കമിഴ്ന്ന് കിടന്നുകൊണ്ടുള്ള ഒരു ലൈവ് വരും. ഇത്രയും ദരിദ്രവാസിയായ ഒരു മലയാളിയെ ആദ്യമായിട്ടാണ് കാണുകയാണ്. ഇതെല്ലാം കമന്റ് സെക്ഷനിൽ വന്ന കമന്റുകളാണ് കേട്ടോ. ഇത്രയൊക്കെ നാണം കെടാൻ ഇങ്ങേര് കഴിഞ്ഞ ജന്മത്തിൽ എന്ത് പാപമാണാവോ ചെയ്തത്. ആദ്യമായാണ് ഒരാൾ അപമാനിതനാകുന്നത് കണ്ട് ചിരി വരുന്നത്. ഇങ്ങനെയാണ് കുറേയേറെ കമന്റുകൾ പോകുന്നത്. എന്തായാലും ആറാട്ടണ്ണന്റെ ഈ ഒരു വീഡിയോ, പ്രത്യേകിച്ച് ലിപ് ലോക്ക് എന്ന് പറഞ്ഞ ആ ഒരു വീഡിയോയെക്കാളും ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഇത് വൈറലാകുന്നത് നമ്മുടെ ഐശ്വര്യ ലക്ഷ്മി തിരിഞ്ഞു പോയില്ലേ, കൈ കൊടുക്കാതെ മൈൻഡ് ചെയ്യാതെ പോയ ആ ഒരു വീഡിയോ ക്ലിപ്പ് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ തരംഗമാവുന്നത്. അപ്പം എന്തായാലും ഇദ്ദേഹത്തിനെതിരെ ഒരു ട്രോൾ മഴ പെയ്തത് കൊണ്ട് തന്നെ, അതായത് ഈ ഒരു സംഭവം വലിയ രീതിയിൽ ട്രോൾ ആയതുകൊണ്ട് തന്നെ ഇതിനെല്ലാം വിശദീകരണവുമായിട്ട് നമ്മുടെ ആറാട്ടണ്ണൻ ഇൻസ്റ്റാഗ്രാം വഴി ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ പോസ്റ്റില് നമ്മുടെ അണ്ണൻ ആറാട്ടണ്ണൻ എഴുതിയിരിക്കുന്നതാണ്: ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ആറാട്ടണ്ണൻ. ഐശ്വര്യ ലക്ഷ്മിക്ക് ഞാൻ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാൻ പോയതും ഐശ്വര്യ അത് ശ്രദ്ധിക്കാതെ പോയതുമെല്ലാം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ടോപ്പിക് ആണല്ലോ. പിന്നെ അത് ഉറപ്പല്ലേ, പ്രത്യേകിച്ചും ഈ ഒരു ടോപ്പിക് എന്ന് പറയുമ്പോഴത്തേക്ക് അത് ശരിക്കും പറഞ്ഞ സോഷ്യൽ മീഡിയ അങ്ങ് ആഘോഷിക്കുക തന്നെയാണ്. നല്ല ഉദ്ദേശത്തോട് മാത്രമാണ് ഞാൻ അവർക്ക് കൈ കൊടുത്തത്. തിരക്കുകൾ കാരണം അത് ശ്രദ്ധിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ഇനിയിപ്പോ ഇങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. അതിന് വളരെ മോശമായ രീതിയിലാണ് സോഷ്യൽ മീഡിയ പ്രതികരിച്ചത്. അനാവശ്യമായ ട്രോളുകളും പരിഹാസങ്ങളും ഒരുപാട് വിഷമമുണ്ടാക്കി. സത്യാവസ്ഥ മനസ്സിലാക്കി പ്രതികരിക്കാൻ ഇന്ന് വരെയും ഇവിടെയുള്ളവർ പഠിച്ചിട്ടില്ല. അപ്പം നിങ്ങളാണ് ഇന്ന് നമ്മളെ പഠിപ്പിക്കേണ്ടത്. എന്ത് തന്നെയായാലും എന്റെ ലോകം സിനിമ തന്നെയാണ്. സിനിമ കാണുന്നതും അഭിപ്രായം പറയുന്നതും താരങ്ങളെ കാണുന്നതും ഒക്കെ തന്നെയാണ് എന്റെ ജീവിതത്തിലെ സന്തോഷവും. എന്ത് സങ്കടം വന്നാലും സന്തോഷം വന്നാലും എന്നെ വിളിച്ച് ആശ്വസിപ്പിക്കുന്ന ഗ്രൂപ്പ് അഡ്മിൻ ബിജിത് വിജയനെ ഹൃദയത്തിൽ നിന്ന് നന്ദി പറയുന്നു. ഇങ്ങനെ ഒരു പോസ്റ്റ് ആയിരുന്നു നമ്മുടെ ആറാട്ടണ്ണൻ പോസ്റ്റ് ഇട്ടിരുന്നത്. എന്നാൽ ഈ ഒരു പോസ്റ്റിന് താഴെയും ഒരുപാട് കമന്റ്സുകളുണ്ട്. ആ കമന്റുകൾ വായിക്കുമ്പോൾ ശരിക്കും പറഞ്ഞ എന്താ പറയാ, എന്തായാലും നമുക്ക് അതൊന്ന് നോക്കാം. ക്യാപ്ഷൻ കരയിപ്പിച്ചു. നമ്മുടെ ആറാട്ടണ്ണൻ ഇട്ട ക്യാപ്ഷൻ കരയിപ്പിച്ചിട്ടുണ്ട്. പറഞ്ഞു വരുന്നത് ഇനിയും കൈ കൊടുക്കാൻ പോകുമെന്നല്ലേ. ഒന്നുകിൽ നാണം അല്ലെങ്കിൽ മാനം, ഇത് രണ്ടുമില്ലാത്ത ഇതിനെയൊന്നും ട്രോളിയിട്ട് ഒരു കാര്യവുമില്ല. അണ്ണൻ തളരരുത്, ഇനിയും ശ്രമിക്കണം. തിയേറ്ററിന്റെ മുമ്പിൽ പായും തലയിണയുമായൊക്കെ വന്ന് സമരം ചെയ്യണം. നാട്ടിലെ പ്രതിസന്ധികളെല്ലാം മാറ്റാൻ കഴിയുന്ന ഒരു ഷേക്ക് ഹാൻഡിന് വേണ്ടിയിട്ട് കളിയാക്കുന്നതാണ് ആറാട്ടണ്ണനെ. ഇനി വീണ്ടും ഉച്ചത്തിൽ പറയുന്നു: തളരരുത് അണ്ണാ, തളരരുത്. ചമ്മിപ്പോയിട്ട് ഇനി ഇങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ എന്നിങ്ങനെയാണ് നമ്മുടെ ആറാട്ടണ്ണനെ കളിയാക്കിക്കൊണ്ട് ഓരോരുത്തർ കമന്റ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ആറാട്ടണ്ണൻ മറ്റൊരു വീഡിയോയും പങ്കുവച്ചിട്ടുണ്ട്. നിഷ്കളങ്ക ഷേക്ക് ഹാൻഡിന് വേണ്ടി ഇനി ആറാട്ടണ്ണനെ കിട്ടില്ല എന്ന് പറഞ്ഞായിരുന്നു ആ ഒരു വീഡിയോ. ഷേക്ക് ഹാൻഡിന് വേണ്ടി ഒരാൾ കൈ നീട്ടുമ്പോൾ കൈകൂപ്പി പിടിച്ച് അയാളുടെ നമസ്കാരം പറഞ്ഞു പോകുന്ന സന്തോഷിനെയാണ് ഈ വീഡിയോയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്.